ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിന്റെ മുമ്പിലിരുന്ന് കരയാൻ പഠിച്ചോളോ. ഉള്ളില് ദുഃഖം ശേഖരിച്ച് വെക്കരുത്. ഒതുക്കി വെച്ച ദുഃഖങ്ങൾ നമ്മളെ രോഗികളാക്കി മാറ്റും. ഒതുക്കി വെച്ച ടെൻഷനും ഭയവും നമ്മളെ ആത്മഹത്യയിലേക്ക് നയിക്കും. ജീവിക്കണ്ട എന്ന് തോന്നും നമുക്ക്. ഏത് കാറ്റഗറിയിലുള്ള ആളുകളായിക്കോട്ടെ പ്രിയ മക്കളെ, ആരായിക്കോട്ടെ, നമ്മുടെ ഉള്ളിൽ ദൈവം ആഗ്രഹിക്കാത്ത ടെൻഷനും അസ്വസ്ഥതയൊക്കെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചാൽ നമ്മളെ രോഗികളാക്കി മാറ്റും പ്രിയ മക്കളെ. അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, അപ്പനെ പോലെ ഞാൻ നിന്നെ തോളിലേറ്റി സംരക്ഷിക്കും. നിനക്ക് നരബാധിച്ചാലും ഞാൻ നിന്നെ എൻ്റെ കൈകളിൽ വഹിക്കുമെന്ന ജീവിക്കുന്ന ദൈവം പറഞ്ഞിട്ടുള്ളതെങ്കിൽ, പ്രായമായി വയസ്സായി ഇത്ര നാൾ ഞാൻ കഷ്ടപ്പെട്ടു, മക്കൾക്ക് വേണ്ടി ജീവിച്ചു, പലർക്കും വേണ്ടി അധ്വാനിച്ചു, ഇപ്പം ഞാൻ ഒറ്റപ്പെട്ടല്ലോ, ഇപ്പം എനിക്ക് ആരോഗ്യമില്ലല്ലോ, ഇപ്പം എനിക്ക് വയസ്സായല്ലോ, പണ്ടത്തെ പോലെ ഓടി നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് വേദനിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പൊന്നു മക്കളെ, ദൈവത്തിൻ്റെ സ്നേഹവാചനങ്ങള്, ഈ വചനം കേട്ടോ. മുല കുടിക്കുന്ന കുഞ്ഞിന് അതിൻ്റെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? പെറ്റമ്മ തൻ്റെ മോനോട് കരുണ കാണിക്കാതിരിക്കോ? ആ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലടാ. അവിടെ ഇരുന്ന് ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞോളോട്ടോ. ഇപ്പൊ രോഗിയായി, ഉണ്ടാക്കിയതെല്ലാം നശിച്ചു. മക്കൾക്ക് വേണ്ടി ഞാൻ സമ്പാദിച്ചു, എനിക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചിട്ടില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൊന്നു മക്കളെ, നിങ്ങൾ മക്കൾക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കി, നമുക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുവേൻ, അത് ചിതലരിക്കില്ല, അത് പുഴു തിന്നില്ല, അത് കള്ളന്മാര് കട്ടുകൊണ്ട് പോവില്ല. നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം കേട്ടോ, നമുക്ക് വേണ്ടി ഉണ്ടാക്കണം. മറ്റുള്ളതെല്ലാം വ്യർത്ഥ പ്രിയ മക്കളെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 49-ാം അധ്യായം 14-15 തിരുവചനം. സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. എന്നാൽ ദൈവം എന്താ പറഞ്ഞെന്നറിയോ? മുല കുടിക്കുന്ന കുഞ്ഞിനെ അതിൻ്റെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? നമുക്കറിയാം ഈ വചനമൊക്കെ പ്രിയ മക്കൾ, അനേകം തവണ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ വചനം മാംസം ധരിക്കട്ടെ നമ്മുടെ ഉള്ളില്, ഈ വചനം ധൈര്യമായിട്ട് നിറയട്ടെ നമ്മുടെ ഉള്ളില്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അതിൻ്റെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? പെറ്റമ്മ തൻ്റെ മോനോട് കരുണ കാണിക്കാതിരിക്കോ? ആ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. എനിക്ക് നിന്നെ ഇഷ്ടാ മോനെ, നീ സങ്കടപ്പെടണ്ട കേട്ടോ, നീ ധൈര്യമായിട്ടിരുന്നോ. ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിന്റെ മുമ്പിലിരുന്ന് കരയാൻ പഠിച്ചോളോ. ഉള്ളില് ദുഃഖം ശേഖരിച്ച് വെക്കരുത്. ഒതുക്കി വെച്ച ദുഃഖങ്ങൾ നമ്മളെ രോഗികളാക്കി മാറ്റും. ഒതുക്കി വെച്ച ടെൻഷനും ഭയവും നമ്മളെ ആത്മഹത്യയിലേക്ക് നയിക്കും. ജീവിക്കണ്ട എന്ന് തോന്നും നമുക്ക്. ഏത് കാറ്റഗറിയിലുള്ള ആളുകളായിക്കോട്ടെ പ്രിയ മക്കളെ, ആരായിക്കോട്ടെ, നമ്മുടെ ഉള്ളിൽ ദൈവം ആഗ്രഹിക്കാത്ത ടെൻഷനും അസ്വസ്ഥതയൊക്കെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചാൽ നമ്മളെ രോഗികളാക്കി മാറ്റും പ്രിയ മക്കളെ. യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം മാറ്റിക്കളയണം. കർത്താവിൻ്റെ മുമ്പിലിരുന്ന് കരയണം, ദൈവത്തോട് സങ്കടങ്ങൾ അറിയിക്കണം. നമ്മുടെ വേദനയെല്ലാം കണ്ണീരായിട്ട് ഒഴുകി പോകണം. സ്വരമുയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.